ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരൊറ്റ കാര്യം 7-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം നോക്കുന്നത് എന്താണ് പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി എന്നാണ്. എങ്ങനെയാണത് പൂരിപ്പിച്ച് തിരികെ നൽകേണ്ടത് എന്നും നമുക്ക് വിശദമായി നോക്കാം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി എന്നാൽ A4 സൈസിൽ 4 പുറങ്ങളുള്ള ഒരു ഫോറമാണ്. ഇതിലാകെ 27 ചോദ്യങ്ങളാണുള്ളത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചും, പോളിംഗ് സ്റ്റേഷൻ സർക്കാർ ബിൽഡിങ്ങിലാണോ, പ്രൈവറ്റ് ബിൽഡിങ്ങിലാണോ, ടെമ്പററി ബിൽഡിങ്ങിലാണോ എന്നത് സംബന്ധിച്ചും, ലോക്കലായി ഏതെങ്കിലും പോളിംഗ് ഓഫീസർമാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുവാനുള്ളതാണ്. ആറാമത്തെ ചോദ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചാണ്. കൺട്രോൾ യൂണിറ്റ് എത്ര എണ്ണം ഉപയോഗിച്ചു, അതിന്റെ സീരിയൽ നമ്പർ, ബാലറ്റ് യൂണിറ്റ് എത്ര എണ്ണം ഉപയോഗിച്ചു, അതിന്റെ സീരിയൽ നമ്പർ എന്നിവയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 7, 7A, 7B എന്നീ ചോദ്യങ്ങൾ പേപ്പർ സീലുകളും സ്പെഷ്യൽ ടാഗുകളും VVPATകളും ഉപയോഗിച്ചതിനെ സംബന്ധിച്ചുള്ളതാണ്. 7-ാമത്തേത് പേപ്പർ സീലിന് സീരിയൽ നമ്പറും അതുപോലെ തന്നെ എണ്ണവും രേഖപ്പെടുത്തേണ്ടതുണ്ട്. 7Aയിൽ സ്പെഷ്യൽ ടാഗുകളുടെ എണ്ണവും സീരിയൽ നമ്പറുമാണ്. 7Bയിൽ ഉപയോഗിച്ച VVPATന്റെ എണ്ണവും സീരിയൽ നമ്പറുമാണ് രേഖപ്പെടുത്തേണ്ടത്. എട്ടും 9ഉം ചോദ്യങ്ങൾ പോളിംഗ് ഏജന്റുമാരെ സംബന്ധിച്ചുള്ളതാണ്. എത്ര പോളിംഗ് ഏജന്റുമാരെയാണ് നിയമിച്ചിട്ടുള്ളത് എന്നും, എത്ര പേർ പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് എത്തിയിരുന്നു എന്നും, വൈകി എത്തിയ പോളിംഗ് ഏജന്റുമാരുടെ എണ്ണം എത്രയെന്നും, പോൾ ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പേർ ഉണ്ടായിരുന്നു എന്നും ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിയമിക്കപ്പെട്ട പോളിംഗ് ഏജന്റുമാരുടെ എണ്ണം ഫോം 10 അപേക്ഷ സ്വീകരിച്ചതും തുല്യമായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 10 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾ പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടിംഗ് സംബന്ധിച്ച വിവരങ്ങളാണ്. 10ാമത്തെ ചോദ്യത്തിന് 5 ഉപചോദ്യങ്ങളാണുള്ളത്. അതിൽ ആദ്യ ചോദ്യം എത്ര പേരെയാണ് വോട്ടിംഗ് സ്റ്റേഷനിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. മാർക്ക് കോപ്പിയുടെ സമ്മറി അബ്സ്ട്രാക്റ്റിൽ എത്ര എണ്ണമുണ്ടോ അത് ഇവിടെ രേഖപ്പെടുത്തുക. അടുത്ത ഉപചോദ്യം മാർക്ക്ഡ് കോപ്പിയിലെ എണ്ണത്തിൽ എത്ര പേരെയാണ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിന് മാർക്ക്ഡ് കോപ്പിയിൽ ആകെ എണ്ണത്തിൽ നിന്ന് EDCയും PBയും അനുവദിച്ച എണ്ണം കുറച്ചാണ് രേഖപ്പെടുത്തേണ്ടത്. 3ാമത്തെ ചോദ്യം 17A രജിസ്റ്ററിൽ എത്ര പേരെ എൻറ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 17A രജിസ്റ്ററിൽ അവസാന സീരിയൽ നമ്പറാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 4ാമത്തെ ഉപചോദ്യം വോട്ടിംഗ് മെഷീനിൽ എത്ര എണ്ണം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ടിംഗ് മെഷീൻ പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ടോട്ടലോ ക്ലോസ് ബട്ടണോ അമർത്തുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഇവിടെ എഴുതേണ്ടത്. 5ാമത്തെ ചോദ്യം എത്ര പേർ വോട്ട് ചെയ്യാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ്. ആ എണ്ണം 17A രജിസ്റ്ററിൽ എണ്ണി തിട്ടപ്പെടുത്തി ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. അതിനുശേഷം 1ാം പോളിംഗ് ഓഫീസറും 17A രജിസ്റ്ററിന്റെ ചാർജുള്ള 2ാം പോളിംഗ് ഓഫീസറും ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. 11ാമത്തെ ചോദ്യം ആകെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്തവരുടെ കണക്കുകളെ സംബന്ധിച്ചാണ്. പുരുഷനും സ്ത്രീയും മൂന്നാം ജെൻഡറിന്റെയും
എത്ര വോട്ട് ചെയ്തു എന്ന് എഴുതണം. അതിൻ്റെ ആകെ വോട്ടുകൾ എഴുതണം. ഈ ആകെ വോട്ടുകൾ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ നിന്ന് ടെസ്റ്റ് പോൾ രേഖപ്പെടുത്തിയ എണ്ണം കുറച്ചുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 12ാമത്തെ ചോദ്യം ചലഞ്ച് വോട്ടുകളെ സംബന്ധിച്ചാണ്. അത് അനുവദിച്ചതും റിജക്ട് ചെയ്തതുമായ എണ്ണം രേഖപ്പെടുത്തി ഫോർഫീറ്റഡ് എമൗണ്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഫോർഫീറ്റഡ് എമൗണ്ട് എന്നുള്ളത് ആകെ റിജക്ട് ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഗുണിക്കണം ₹2 ആണ്. അത് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം. 13ാമത്തെ ചോദ്യം ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുമായി വോട്ട് ചെയ്തവരുടെ എണ്ണത്തെക്കുറിച്ചാണ്. 13A പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചാണ്. 14 അന്ധനോ അവശരോ ആയ വോട്ടർമാർ സഹായികളെ ഉപയോഗിച്ച് എത്ര എണ്ണം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. 15 പ്രോക്സി വോട്ടർമാരുടെ എണ്ണത്തെക്കുറിച്ചാണ്. 16 പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്ത ടെൻഡേർഡ് വോട്ടുകൾ എത്രയെന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ അതാത് ഫോറങ്ങളിൽ രേഖപ്പെടുത്തിയ സംഖ്യയായിരിക്കണം ഇവിടെയും രേഖപ്പെടുത്തേണ്ടത്. പതിനേഴാമത്തെ ചോദ്യം എത്ര വോട്ടർമാർ ഏജ് ഡിക്ലറേഷൻ തന്നു എന്നുള്ളതാണ്. എത്ര പേർ ഡിക്ലറേഷൻ തരാൻ വിസമ്മതിച്ചു എന്നുള്ളതും ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. 18ാമത്തെ ചോദ്യം പോൾ അഡ്ജേൺ ചെയ്യുവാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അത് നോ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. 19ാമത്തെ ചോദ്യം ഓരോ 2 മണിക്കൂറും ഇടവിട്ട് ബൂത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണമാണ്. ഇത് ക്യുമുലേറ്റീവ് ടോട്ടൽ അല്ല രേഖപ്പെടുത്തേണ്ടത്, അതാത് മണിക്കൂറുകൾക്കിടയിൽ രേഖപ്പെടുത്തിയ വോട്ടുകളാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കോളത്തിന് 5 മണി വരെയുള്ള കണക്കുകൾ മാത്രമേ രേഖപ്പെടുത്താൻ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ വോട്ടിംഗ് സമയം 6 മണി വരെ ആയതുകൊണ്ട് 5 മുതൽ 6 വരെയുള്ള സമയം എന്നുള്ളത് രേഖപ്പെടുത്തി അതുകൂടി ആ ഭാഗത്ത് രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ആകെ വോട്ടർമാരുടെ എണ്ണവുമായി അത് തുലനം ചെയ്യുകയുള്ളൂ. ഇത് പ്രിന്റിംഗ് എറർ ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലെ 19B എന്ന ചോദ്യം പുതുതായി വന്നതാണ്. ഇതിൽ ഏതൊക്കെ ഓഫീസർമാർ പോളിംഗ് സ്റ്റേഷൻ വിസിറ്റ് ചെയ്തു എന്നും ഏത് സമയത്താണ് വിസിറ്റ് ചെയ്തത് എന്നും ആ സമയത്തെ പോളിംഗിനെ സംബന്ധിച്ചൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനും 17A രജിസ്റ്ററിൽ ആ സമയത്തെ വോട്ടുകളുടെ എണ്ണം എത്രയായിരുന്നു എന്നും വോട്ടിംഗ് മെഷീനിൽ ആ സമയത്തെ വോട്ടുകളുടെ എണ്ണം എത്രയായിരുന്നു എന്നും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് വിസിറ്റ് ഷീറ്റിനുമായി തുലനം ചെയ്തുകൊണ്ട് വേണം രേഖപ്പെടുത്തുവാൻ. ഓരോ ഓഫീസറും വരുമ്പോൾ വിസിറ്റ് ഷീറ്റിൽ രേഖപ്പെടുത്തി അവസാനം ഇത് ഇങ്ങോട്ട് പകർത്തി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. 20A ചോദ്യം പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് എത്ര വോട്ടർമാർക്ക് സ്ലിപ്പ് അനുവദിച്ചു എന്നുള്ളതാണ്. 20B സൂചിപ്പിക്കുന്നത് എത്ര മണിക്ക് ഫൈനലായി വോട്ട് അവസാനിപ്പിച്ചു എന്നാണ്. 21ാമത്തെ ചോദ്യം ഇലക്ട്രൽ ഓഫൻസിനെ കുറിച്ചാണ്. 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ക്യാൻവാസിംഗ് നടന്ന വല്ല കേസുമുണ്ടോ? ആൾമാറാട്ട കേസുകൾ വല്ലതുമുണ്ടോ? നോട്ടീസോ മറ്റെന്തെങ്കിലും പോളിംഗുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റോ നശിപ്പിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളവയും ഇവിടെ രേഖപ്പെടുത്തണം. ചോദ്യം 21 ഇലക്ട്രൽ ഓഫൻസിൽ വരുന്ന ബാക്കി 3 ചോദ്യങ്ങളും ചോദ്യം 22 പോൾ ഇന്ററപ്ഷൻ വിവരങ്ങളുമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്താനുള്ളത്. ഇവയെല്ലാം തന്നെ സാധാരണഗതിയിൽ നിൽ ആയിരിക്കുകയാണ് ഉണ്ടാകുക. മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ 27 ഒഴിച്ചുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സാധാരണഗതിയിൽ നോ എന്നുള്ള ഉത്തരമായിരിക്കും ഉണ്ടാവുക. 27ാമത്തെ ചോദ്യം എല്ലാ ഡിക്ലറേഷനുകളും യഥാർത്ഥത്തിൽ പൂരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഡിക്ലറേഷൻ അറ്റ് ദി കമൻസ്മെന്റ് ഓഫ് പോൾ, ഡിക്ലറേഷൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് പോൾ, അതായത് EVMോ മറ്റോ മാറ്റം ചെയ്താലുള്ള ഡിക്ലറേഷൻ,
ഡിക്ലറേഷൻ അറ്റ് ദി എൻഡ് ഓഫ് പോൾ, ഡിക്ലറേഷൻ ആഫ്റ്റർ സീലിംഗ് ഓഫ് EVM, ഇതൊക്കെ തന്നെ പൂരിപ്പിച്ച് ശരിയാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത 27ാമത്തെ ചോദ്യം. അതിന് യെസ് എന്ന ഉത്തരമാണ് നൽകേണ്ടത്. പിന്നീട് പോളിംഗ് സ്ഥലവും പോളിംഗ് തീയതിയും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. ഫോം M27 പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി 2/2 എന്ന് മാർക്ക് ചെയ്ത വെള്ള കവറിലാണ് സൂക്ഷിക്കേണ്ടത്. അത് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ചെറിയ കവർ വീണ്ടും സ്ക്രൂട്ടിനി ഡോക്യുമെന്റ്സ് എന്ന് രേഖപ്പെടുത്തിയ 2/1 എന്ന് രേഖപ്പെടുത്തിയ വലിയ വെള്ള കവറിൽ മറ്റ് കവറുകൾക്കൊപ്പം വച്ചുകൊണ്ടാണ് കളക്ഷൻ സെന്ററിൽ തിരികെ ഏൽപ്പിക്കേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി M27 ഫോറം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു കാര്യം, ഒരൊറ്റ കാര്യത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് ക്രോഡീകരിക്കുകയും ഡിസൈൻ നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LAKBIC പാലക്കാട്. മൊബൈൽ നമ്പർ 94 470 42 602, 94 470 42 602. ഏവർക്കും നന്ദി.